അങ്ങനെ ഫ്ലോറിൽ നിങ്ങളെല്ലാവരും ഈ തിരുവോണ ദിനത്തിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുമ്പോൾ ഞങ്ങൾ വിവിധ താരങ്ങളുടെ വീടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവരുടെ ഓണാഘോഷങ്ങളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് പാലക്കാടിൻ്റെ ഒരു അപ്കമിങ് സ്റ്റാർ. അദ്ദേഹം ഒരുപാട് സിനിമകൾ 2013 മുതൽ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നിരിക്കെ പോലും കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം മലയാളി അത്രമേൽ സ്വീകരിച്ച 2018 എന്ന സിനിമയുടെ ഭാഗം കൂടിയായിട്ടുള്ള ജെയ്സ് ജോസിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഹായ്, ഹാപ്പി ഓണം. ആദ്യമായിട്ട് തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം കടന്നുപോയി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് സിനിമകൾ, കൈനിറയ സിനിമ ഉണ്ടെന്ന് പറയാം. എന്താണ് ഈ വർഷത്തെ ഓണം? ഈ വർഷത്തെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത് തന്നെയാണ്. ഗുമസ്തൻ ഈ പറഞ്ഞ പോലെ ഏകദേശം 13 വർഷത്തോളമായി, 12 വർഷമായി സിനിമയിലേക്ക് മേഖലയിൽ എത്തിയെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ഇപ്പോഴൊരു ഒരു ടൈറ്റിൽ ക്യാരക്ടറായിട്ട് ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത്. അത് സംഭവിച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ സെപ്റ്റംബർ 27 ഗുമസ്തൻ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആൻഡോ ജോസഫാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഓണത്തിന് ഏറ്റവും മനസ്സിൽ സന്തോഷിച്ചിരിക്കുന്ന അവസ്ഥ അതാണ്. ഇപ്പോൾ ജയ്സേട്ടൻ്റെ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2018 ആ ഒരു കഥാപാത്രമായിട്ടാണ്. താങ്കൾക്കും അനുഭവപ്പെട്ടുള്ളത് അങ്ങനെ തന്നെയാണോ? കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നത് ആ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും 2018 എൻ്റെ സിനിമാ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. പിന്നെ ജനങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലൂസിഫറിലെ ലാലേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു നടത്തത്തിന് കിട്ടിയൊരു അതിനുശേഷമാണ്. ഇപ്പോൾ എപ്പോഴും പലരും ലൂസിഫറിലെ ചേട്ടൻ പേര് വല്ലവർക്കും എത്തിയിട്ടില്ല, അതുകൊണ്ട് ലൂസിഫറിലെ ചേട്ടനല്ലേ എന്നാണ് കൂടുതൽ ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവരോടും സംസാരിക്കാം. സാധാരണ ഓണത്തിന് വീട്ടിലുണ്ടാവാറുണ്ടോ അതോ സെറ്റുകളിലേക്കാണോ ഉണ്ടാവാറ്? അല്ല, സെറ്റുകളിലല്ല, വീടുകളിലേക്ക് പോകാറുണ്ട്. ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ പോകും, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കാറ്. അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഓണത്തിൽ നിന്ന് ഈ ഓണത്തിലേക്കുള്ള വലിയ വ്യത്യാസം, മകൻ ഒരുപാട് സ്വീകരിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ ലൂസിഫറിന് ശേഷം 2018 ഏറ്റവും മികച്ചൊരു വേഷം ചെയ്ത ഒരു വർഷം കൂടിയാണ്. അപ്പോൾ ഈ വർഷത്തെ ഓണം എങ്ങനെയുണ്ട് അച്ഛനെ സംബന്ധിച്ചിടത്തോളം? എത്രത്തോളം സന്തോഷം? വളരെ സന്തോഷമുള്ള ദിവസമാണ്. പിന്നെ കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അത് പുതിയൊരു പടം കൂടെ വരാൻ പോവാണല്ലേ, ഒരു പ്രധാനപ്പെട്ട റോളിൽ. തീർച്ചയായിട്ടും. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അങ്ങനെ ഓണപ്പാട്ടുകൾ കേട്ടു, ഓണവിശേഷങ്ങൾ കേട്ടു. ജയ്സേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. ഇനി ഒരുപാട് താരങ്ങൾ പ്രേക്ഷകരുടെ അരികിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട് അവരുടെ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം വിട പറയുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും മികച്ചൊരു വർഷമായിരിക്കട്ടെ ഇനി വരാൻ പോകുന്നത്. ലീഡ് റോൾ ചെയ്യുന്ന കഥാപാത്രമടക്കം ആളുകൾ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.